എന്റെ കാര്യങ്ങളും ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങളും നോക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതല്ല ഇവിടെ ഉള്ളവരുടെ പ്രകടനങ്ങൾ കാണാനാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നിയത്. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ എന്റെ മനസ്സ് തകർന്നു പോവുക. പിന്നെ ഞാൻ ആരും ഇല്ലാത്തവളാണോ എന്ന് തോന്നിപ്പോവാ. സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയെ പോലെ സാറിന് എന്നെ ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടോ? ഞാൻ സാറിന് മുന്നിൽ അഭിനയിക്കണമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ഐശ്വര്യ ജീവിച്ചിരിക്കില്ല. താൻ എന്തൊക്കെയാണ് പറയുന്നേ? എനിക്ക് തന്നെ ഒരു സംശയമില്ല. പിന്നെ അമ്മയുടെ കാര്യം അതെനിക്കറിയില്ല. തന്നെ ഈ ലോകത്ത് ആരംഗീകരിച്ചില്ലേലും ഞാൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഉത്തമയായ ഒരു ഭാര്യയായിട്ടും നല്ലൊരു ഫ്രണ്ടായിട്ടും അങ്ങനെ എല്ലാ തരത്തിലും. അതുപോലെ എനിക്ക് ഹലോ, യെസ് സർ, പറയണ സർ. അല്ല സർ, അത് ജയിലിനകത്ത് വെച്ച് ഇത്രയും ആളുകളുള്ളവരടുത്ത് വെച്ച് ഒരു പ്രതിയെ കൊന്നിട്ട് അതൊരു ആത്മഹത്യയാക്കണമെന്ന് പറഞ്ഞാ അത്രയും വലിയൊരു റിസ്ക് എങ്ങനെ എടുക്കും സർ? ശരി സർ, ഞാൻ നോക്കിക്കൊള്ളാം സർ. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അമ്മയോടാണെങ്കിലും എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി ഐശ്വര്യ. ചില തെറ്റുകള് അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഞാനത് മറന്നു. അമ്മയും എല്ലാവരും അത് മറക്കണം. ഭർത്താവായ ഞാൻ അവളോട് ക്ഷമിച്ചു കഴിഞ്ഞു. അതുപോലെ എല്ലാവരും ക്ഷമിക്കണം. നീ ആദ്യം പറഞ്ഞത് നടക്കും, എല്ലാം മറക്കാം. പക്ഷേ രണ്ടാമത് പറഞ്ഞ ക്ഷമ അത് നടക്കില്ല. കാരണം നിന്റെ കാര്യത്തിൽ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞോട്. അറിയോ നിനക്ക്? നീ ഇവളെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നപ്പോ രമ കയറ്റിയതാ ആദ്യത്തെ തെറ്റ്. നടന്നതൊക്കെ മറക്കാനും പൊറുക്കാനും ഇത്തിരി പ്രയാസമാ. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പോഴും അമ്മയ്ക്ക് ഐശ്വര്യ സംശയമാണെന്ന് ഐശ്വര്യ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇക്കാര്യം ഇപ്പൊ പറഞ്ഞത്. സംശയിക്കും, സംശയിച്ചു പോകുമല്ലോ. അമ്മാതിരി പരിപാടിയൊക്കെ അല്ലേ ഒപ്പിച്ചു വെച്ചത്. രാജകുമാരി, അനാഥ, അങ്ങനെ എത്ര വേഷം കെട്ടലുകളാ. ഇനി ഏതൊക്കെ വേഷങ്ങൾ കെട്ടിയാടാൻ കിടക്കുന്നു. അമ്മേ, എന്റെ ഭാര്യയെക്കുറിച്ച് ഇവരൊക്കെ അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയ്ക്ക് ഐശ്വര്യയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റണം.
എന്തോ പറയണമെന്നാ? നീ അതിനിടയിൽ ഈ ഇംഗ്ലീഷ് കുത്തി തരുന്നത് ഞങ്ങൾക്ക് പിടികിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ? ഹ. മോളെ, ഇവന് ഈ പറഞ്ഞ വാക്കിന്റെ പൊരുളെന്താ? ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഇവളോടുള്ള അമ്മായിയുടെ മനോഭാവം മാറ്റണമെന്നാ പറഞ്ഞത്. ഓ, ഡേ കുഞ്ഞോട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ നീ ആജ്ഞാപിക്കാറായോ? ഒന്നും വേണ്ട വേണ്ട വേണ്ട. ഇതൊന്നും അർജുനേട്ടനായിട്ട് പറയുന്നതല്ലല്ലോ, തലയണ മന്ത്രത്തിന്റെ പവർ അല്ലേ. കാതിൽ ഓതിക്കൊടുക്കുന്നതേ അവൻ അതുപോലെ പറയുന്നേ ഉള്ളൂ. ദേ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ആർക്കും തലയണ മന്ത്രമൊന്നും ഓതി കൊടുത്തിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ അമ്മയോട് സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? ഓ, നിന്റെ ഒരു പണത്താവ്. എന്റെ മരുമോനായതിനു ശേഷമല്ലേ അവൻ നിന്റെ ഭർത്താവായുള്ളൂ? ആന്നോ? അതുകൊണ്ട് ഭർത്താവ് അല്ലാതാവൂ? ഈ വീട്ടിലെ ഏത് വിഷയം സംസാരിച്ചാലും അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് കൊണ്ടുവരുന്നത് നിങ്ങളാ. നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനല്ല ഞാൻ ഇവിടെ ഉള്ളത്. ഞാൻ രാജകുടുംബത്തിലെയാണോ അനാഥയാണോ അല്ലേന്നൊക്കെ എന്റെ ഭർത്താവിന് നല്ല ബോധ്യമുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും ബോധ്യമാവാനുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല എനിക്ക് ഏതായാലും ഇല്ല. അതൊക്കെ അവരവരുടെ സൗകര്യം, അതൊക്കെ മനസ്സിൽ തന്നെ. ഇടയ്ക്കിടയ്ക്ക് അതെന്നോട് പറയണമെന്നില്ല. ഇന്നാളെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആഹാരം കഴിക്കുമ്പോ എന്നെ ശ്രദ്ധിച്ചു നിൽക്കണമെന്ന്. എന്റെ കാര്യങ്ങളും ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങളും നോക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതല്ല, ഇവിടെ ഉള്ളവരുടെ പ്രകടനങ്ങൾ കാണാനാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അല്പമൂല്യമുള്ള വഴക്കുകളും ബഹളങ്ങളും ഈ വീട്ടിലുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഇതൊരു വീടാ, മനുഷ്യര് താമസിക്കുന്ന സ്ഥലം, അല്ലാതെ ചന്തയല്ല. ആദ്യം അവരവരുടെ പെരുമാറ്റങ്ങളും അവരവരുടെ സംസാരങ്ങളും നിയന്ത്രിക്ക്. അത് കഴിഞ്ഞു നോക്കാം എന്റെ മനോഭാവം മാറ്റുന്ന കാര്യം.